വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 2ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ബേസ്ഡ് ഓൺ HP പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നമ്മളൊരു പ്രിസം, പിരമിഡ്, കോൺ, പിന്നെ ഒരു ഫ്രസ്റ്റ്, ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെയാണ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രിസം തന്നെ സ്ക്വയർ പ്രിസത്തിൻ്റെ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സ്ക്വയർ പ്രിസം ബേസ് 30 mm സൈഡ് ആൻഡ് ആക്സിസ് 60 mm has its axis inclined at 40 degree to the ground. It has an edge of base parallel to the ground and inclined at 30 degree to VP. Draw the projections of the prism. ഓക്കെ, നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സ്ക്വയർ പ്രിസം തന്നിട്ടുണ്ട്, ബേസ് ആക്സിസിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്, HP ഇൻക്ലിനേഷൻ, VP ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഡയറക്റ്റ് തന്നെ ക്വസ്റ്റ്യൻ വരയ്ക്കാം. ഫസ്റ്റ് നമുക്ക് എക്സ്വലി വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്വയർ പ്രിസമാണ്. ആക്സിസിൻ്റെ ഹൈറ്റ് 60 ഉണ്ട്, അപ്പോൾ കുറച്ച് സ്പേസ് വെച്ചിട്ടാണ് വരയ്ക്കാൻ. നമുക്ക് എക്സെല്ലാം വരച്ച് ഫസ്റ്റ് ബേസ് ഫിഗർ സെറ്റ് ചെയ്യാം. ബേസ് ഫിഗർ എങ്ങനെയാണെന്നുള്ളതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഹാസ് ആൻ എഡ്ജ് ഓഫ് ബേസ് പാരലൽ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree to VP. അതായത് ഒരു എഡ്ജ് ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ പാരലൽ ടു ഗ്രൗണ്ട് ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 30 degree to VP അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം ബേസ് എഡ്ജ് ഒരെണ്ണം പാരലാവുന്ന രീതിയിൽ നമുക്ക് വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, VPയുടെ കണ്ടീഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എക്സ്വലിന് പാരലായിട്ട് തന്നെ എടുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബേസ് എന്ന് പറയുന്നത് 30 mm ആണ്, ഹൈറ്റ് 60 mm ആണ്. ഓക്കെ, ബേസ് 30 mm ഒരു സ്ക്വയർ വരയ്ക്കാം. ഒരു ബേസ് പാരലൽ ടു HP എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പം കണ്ടീഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കേസിൽ എക്സ്വലിന് പാരലായിട്ട് തന്നെ ഉള്ളൊരു സ്ക്വയർ പ്രിസം വരയ്ക്കാം. ഓക്കെ, തന്നെ എൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യുക. നേരെ ഫ്രണ്ട് വ്യൂ. ഹൈറ്റ് എന്ന് പറയുന്നത് 60 mm ആണ്. നെയിമിങ് കൂടെ കൊണ്ടുവയ്ക്കാം. ഇപ്പോഴും ചെയ്യുന്ന പോലെ ABCD മുകളിലത്തെ ബേസ്, PQRST താഴത്തെ ബേസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യാം? എപ്പോഴും ഒരു രീതി തന്നെ ഫോളോ ചെയ്താൽ എളുപ്പമായിരിക്കും. വന്നിട്ട് തെറ്റിച്ച് കാരണം മുകളിലത്തെ ബേസാണ് ABCD പറഞ്ഞത്. കാരണം ഇവിടെ വിസിബിൾ ABCD ആണ്, അപ്പോൾ മുകളിലത്തെ ബേസ് ആയിരിക്കും. ഓക്കെ, അപ്പം ബേസ് വെയർ കംപ്ലീറ്റ് ആയി. തന്നെ അടുത്ത കണ്ടീഷൻ, HPയുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ആക്സിസ് ഇൻക്ലൈൻഡ് ആറ്റ് 40 degree ടു ദ ഗ്രൗണ്ട്. അതായത് ആക്സിസ് HPക്ക് 40 degree ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കണം. ഓക്കെ, നമുക്ക് ഈ ആക്സിസ് നേരെ വരയ്ക്കാം. ആക്സിസ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഈ സൈഡും ഇൻക്ലൈൻഡ് ആയിരിക്കും, അപ്പോൾ നമുക്ക് എളുപ്പം വരയ്ക്കാൻ പറ്റും. ഓക്കെ, 45 degree ആണ്. 40 degree ആണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ലൈനിൽ 40 degree ലൈൻ വരയ്ക്കാം. ഈ ലൈനിൽ ആക്ച്വലി ആക്സിസ് ആണ് ഈ ലൈനിൽ ഇൻക്ലൈൻഡ് ആക്കേണ്ടത്. എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരു സൈഡ്, ഈ ഒരു സൈഡ് എടുത്തങ്ങ് ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കുകയാണ്. കാരണം ഈ സൈഡ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആക്സിസ് ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ ആയിരിക്കും വരിക. ദെൻ വരയ്ക്കാം. ഇവിടെ തന്നെ ഇത് മാർക്ക് ചെയ്യും. ആക്സിസ് ഉള്ളതെങ്കിൽ മാർക്ക് ചെയ്യും.
then ഇപ്പോൾ നമ്മൾ വരച്ചത് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ Q1 R1 ആണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ B1 C1. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിഗർ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഡയമെൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ ആക്സിസ് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇവിടെ വേണം ഡയമെൻഷൻ ചെയ്യാൻ, ആക്സിസിൻ്റെ ലൈനിൽ വേണം ഡയമെൻഷൻ ചെയ്യാനായിട്ട്. $40 then നെയിം ചെയ്യാം. ഇത് ആക്ച്വലി ആക്സിസ് ആയിരുന്നു കാണിക്കേണ്ടത്, നമ്മൾ തെറ്റിയത് ഡാർക്ക് ലൈൻ കൊടുത്തു. അത് ശരിക്കും സെൻട്രൽ ലൈൻ, ആക്സിസിൻ്റെ ലൈനാണ് അവിടെ വരേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് ടോപ്പ് വരയ്ക്കാം. പോയിന്റ്സ് നോക്കാം. ഓക്കെ, പോയിന്റ്സ് എല്ലാം കിട്ടി. ഇവിടെ നോക്കി ജസ്റ്റ് ഓൺ സെൻട്രൽ ലൈനോട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഓൺ. ഇനി വിസിബിൾ ആയിട്ടുള്ള ABCD ബേസ് ആയിരിക്കും വിസിബിൾ. അപ്പോൾ നമുക്ക് ഡാർക്ക് ആക്കി വരയ്ക്കാം. ഇനി ഏറ്റവും ഔട്ട്ലൈൻ നമ്മളെപ്പോഴും ഡാർക്ക് ആക്കും. ഔട്ട്ലൈനിൽ വരുന്ന പോയിന്റ്സ് എല്ലാം ഡാർക്ക് ആക്കി. ദെൻ താഴത്തെ ബേസ്, PQR ബേസ് വിസിബിൾ അല്ല, അപ്പോൾ ഡോട്ടഡ് ആക്കി മാർക്ക് ചെയ്യുന്നു. ദെൻ ആക്സിസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഫ്രണ്ട് ടോപ്പ് കംപ്ലീറ്റ് ആയി. നമുക്ക് ഫൈനൽ ഫ്രണ്ട് ടോപ്പ് ആണ് വരയ്ക്കേണ്ടത്. അതിൻ്റെ കണ്ടീഷൻ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഹാസ് ആൻ എഡ്ജ് ഓഫ് ബേസ് പാരലൽ ടു ദ ഗ്രൗണ്ട് ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 30° to VP. അതായത് ഒരു എഡ്ജ് ഓഫ് ബേസ് ഇൻക്ലൈൻഡ് 30° to VP, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം എഡ്ജ് ഓഫ് ബേസ് ഇൻക്ലൈൻഡ് 30° to VP ഒരു എഡ്ജിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ആ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എഡ്ജ് ഓഫ് ബേസ് ആ എഡ്ജ് തന്നെ നമുക്ക് നേരെ ഇൻക്ലൈൻഡ് ആക്കാം. ഏത് വേണമെന്നൊന്നും ക്വസ്റ്റ്യനിൽ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബേസ് എഡ്ജ് എടുത്ത് 30° ആക്കിയാൽ മതി. നമുക്കിപ്പോൾ എന്തായാലും HP ഇരിക്കുന്ന ബേസ് എഡ്ജ് തന്നെ ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കാം. ഇവിടെ HP ഇരിക്കുന്ന ബേസ് എഡ്ജ് എന്ന് പറയുന്നത് ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഇവിടെ HP ഇരിക്കുന്ന ബേസ് എഡ്ജ് ഏതാ? QR എന്നുള്ള ബേസ് എഡ്ജ്. അത് ഈ ബേസ് എഡ്ജാണ് HP ഇരിക്കുന്നത്. അത് നേരെ നമുക്ക് 30° ഇൻക്ലൈൻഡ് ടു VP ആക്കാം. ഇവിടെ നമുക്ക് ബീറ്റയുടെ കേസ് ഒന്നും വരുന്നില്ല, കാരണം QR ഒറിജിനൽ ലെങ്തും ഇപ്പോഴത്തെ ലെങ്തും സെയിം ആണ്. അപ്പോൾ നമുക്ക് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഒരു 30° ഇൻക്ലൈൻഡ് ആക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടോ ഇപ്പുറത്ത് അങ്ങോട്ടോ എങ്ങനെയാണെങ്കിലും എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുന്ന് തിരിച്ചിപ്പുറത്തെ ഡയറക്ഷനിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു 30° ലൈൻ മാർക്ക് ചെയ്യും. ഈ ലൈനിൽ ആക്ച്വലി ഈ ബേസ് എഡ്ജ് വരുന്ന രീതിയിൽ വേണം ഫിഗർ വരയ്ക്കാൻ. ഈ QR എന്നുള്ള ബേസ് എഡ്ജ് ഈ ലൈനിൽ വരുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതിന് ടോട്ടൽ ലെങ്ത് വെച്ചിട്ട് ഈ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ QR തൊട്ട് താഴേക്ക് ഇത്ര ലെങ്ത് വരും. ഇത്ര ലെങ്ത് പറ്റുന്ന രീതി ഇവിടെ എടുത്താലൊക്കെ പറ്റുമോ?
ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് QR എന്നുള്ള ലൈൻ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കുക. മുകളിലും സ്പേസ് വേണം. ഓക്കെ, അപ്പം QR എന്നുള്ള നമ്മൾ ഫിക്സ് ചെയ്തു. Q2 R2 മുകളിലോട്ട് സ്പേസ് ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. R2 മുകളിൽ എത്ര സ്പേസ് വേണം? ഓക്കെ, എത്ര സ്പേസ് അവൈലബിൾ ആണ്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. വരയ്ക്കുമ്പോൾ കറക്റ്റ് 90 ഡിഗ്രി എടുത്ത് തന്നെ മാർക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. ടോട്ടൽ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ ഫിഗർ ഓൾമോസ്റ്റ് നമ്മുടെ പോയിൻറ്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആക്സിസോട് ലൊക്കേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുവരെ നെയിം ചെയ്ത് പോവാം. ഇത് B2 C2. ഇനി ആക്സിസിൻ്റെ ഡിസ്റ്റൻസോട് മാർക്ക് ചെയ്യണം. നമ്മൾ ബൈസെക്ടർ വരച്ചാൽ മതി. ഓക്കെ, ആക്സിസ് ലൊക്കേറ്റ് ചെയ്തു. വൈറ്റ് ദെൻ ഫൈനൽ ഫ്രണ്ടിലേക്ക് പോകാം. പുതിയതായിട്ടൊന്നും ഇല്ല, നേരത്തെ സെയിം ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആക്ച്വലി ഈ വീഡിയോയിൽ VPയിൽ റെസ്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നോർമലി എപ്പോഴും HPയിലെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് ഒരു HPയുടെ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് VPയിലേക്ക് പോകുന്ന എഴുതി. അതൊക്കെ ഒരു ബേസിൽ പോയിൻറ്റ്സ് ആയെന്നുണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്ത് പോകാം. PQRS എന്നുള്ള ബേസ് നോക്കാം. P2 ഡാഷ് Q2 ഡാഷ് S2 ഡാഷ്. O2 ഡാഷ്. നമുക്ക് അടുത്ത ബേസ്.
മുകളിലത്തെ വയസ്സ് ലൊക്കേറ്റ് ചെയ്യാം. A2 dash D2 dash B എന്നുള്ളത് ഒന്നുകൂടെ വരയ്ക്കാം. ചരിഞ്ഞത് ഓക്കെ. പോയിന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്ത് ദെൻ വിസിബിൾ ആണെന്ന് നോക്കാൻ വേണ്ടി ഈ ഡയറക്ഷനിൽ നിന്നാണ് ഒബ്സർവർ. ഓക്കെ, അപ്പോൾ ABCD ആണ് നിയറസ്റ്റ് ബേസ്. ABCD എന്നുള്ള ബേസ് വിസിബിൾ ആയിരിക്കും. അപ്പോൾ ABCD നമുക്ക് ഡാർക്കായിട്ട് തന്നെ ജോയിൻ ചെയ്യാം. ഇനി ഔട്ട്ലൈൻ ഡാർക്കാക്കാം. ഔട്ട്ലൈൻ ആകുമ്പോൾ AP ഇത്രയാണ് അതിൻ്റെ ഔട്ട്ലൈൻ വരിക. then ആക്സിസ് ലൈൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ആക്സിസ് ലൈൻ മാർക്ക് ചെയ്തു. then നമുക്ക് വിസിബിൾ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിബിൾ പോയിന്റ്സ് തമ്മിലുള്ള ലൈൻസ് വിസിബിൾ ആണ്. അതായത് ഇവിടെ QB, അപ്പോൾ അതും വിസിബിൾ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് വിസിബിൾ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം. then ഈ D, ബാക്കി ഈ ബേസിൻ്റെ ബാക്കി പോയിന്റ്സ് വിസിബിൾ ആയിരിക്കില്ല. സോ ഡോട്ടഡ് ആക്കി. DS ഇതും വിസിബിൾ ആയിരിക്കില്ല, അപ്പോൾ അത് ഡോട്ടഡ് ആക്കി മാർക്ക് ചെയ്യും. ഓക്കെ, ഇത്ര വരയ്ക്കുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു HP കണ്ടീഷൻ, ആക്സിസ് 40 ഡിഗ്രി, ഇംഗ്ലണ്ട് ടു HP എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. ദെൻ ബേസ്, ഒരു ബേസ് എഡ്ജ് ഇംഗ്ലണ്ട് 30 ഡിഗ്രി ടു VP. ഓക്കെ, ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തു. നമുക്ക് ബീറ്റ എടുക്കേണ്ടി വന്നില്ല, കാരണം ബേസ് എഡ്ജിൻ്റെ ഒറിജിനൽ ലെങ്തും ഇവിടെ കിട്ടുന്ന ടോപ്പിൻ്റെ ലെങ്തും, അതായത് QR എന്നാണ് ബേസ്. ആ ബേസ് എഡ്ജിൻ്റെ ഒറിജിനൽ ലെങ്തും ടോപ്പിൻ്റെ ലെങ്തും സെയിം ആണ്. അതുകൊണ്ട് ബീറ്റ എന്ന് വേണ്ട, ഡയറക്റ്റ്ലി എടുത്ത് വരച്ചു. ഓക്കെ, അപ്പോൾ ബേസ് HP റെസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി റെക്റ്റാങ്കിൾ പ്രിസം ചെയ്യാൻ നോക്കാമെന്ന് കരുതിയായിരുന്നു. ഓക്കെ, ഇനി ഇത് റെക്റ്റാങ്കിൾ പ്രിസം ആയാലും സെയിം തന്നെ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി VP ബേസ് ടെസ്റ്റ് ചെയ്യുന്ന 2-3 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പറയുക. താങ്ക് യു.